ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഐ ചിങ്, മാറ്റങ്ങളുടെ മഹാജ്ഞാനം. ജീവിതം മാറാൻ പഠിപ്പിക്കുന്ന പുരാതന ചൈനീസ് തത്വചിന്ത. ജീവിതത്തിൽ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നടക്കില്ല. ചില ദിവസങ്ങളിൽ എല്ലാം ശരിയായ പാതയിൽ പോകുന്നത് പോലെ തോന്നും. മറ്റു ചില ദിവസങ്ങളിൽ എന്തുകൊണ്ടോ എല്ലാം തകരുന്നുവെന്നും തോന്നും. നമ്മൾ ശ്രമിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു, പ്രതീക്ഷിക്കുന്നു. എന്നാൽ ജീവിതം പലപ്പോഴും നമ്മുടെ പദ്ധതികൾക്ക് അനുസരിച്ച് അല്ല, മാറ്റങ്ങളുടെ നിയമം അനുസരിച്ചാണ് നീങ്ങുന്നത്. അവിടെയാണ് ഐ ചിങ് എന്ന പുരാതന ജ്ഞാനഗ്രന്ഥം നമ്മളെ നിർത്തി ചിന്തിപ്പിക്കുന്നത്. ഐ ചിങ് അഥവാ ബുക്ക് ഓഫ് ചേഞ്ചസ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജ്ഞാനഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ചൈനീസ് തത്വചിന്തയുടെ ഹൃദയങ്ങളിൽ നിൽക്കുന്ന ഈ ഗ്രന്ഥം നമ്മോട് ഒരു വലിയ സത്യം പറയുന്നു. ജീവിതം എന്നത് സ്ഥിരതയല്ല, അത് മാറ്റമാണ്. നമ്മൾ പലപ്പോഴും മാറ്റത്തെ ഭയക്കുന്നു. ജോലി നഷ്ടമാകുമോ എന്ന ഭയം, ബന്ധം തകരുമോ എന്ന ഭയം, നാളെ എന്താകും എന്ന ആശങ്ക, ഇന്നുള്ള സുഖം നാളെ നഷ്ടമാകുമോ എന്ന പേടി. എന്നാൽ ഐ ചിങ് നമ്മോട് പറയുന്നത് ഇതാണ്: മാറ്റം ശത്രുവല്ല, മാറ്റം തന്നെയാണ് ജീവിതത്തിൻ്റെ സ്വഭാവം. ഒരു നദിയെ ചിന്തിക്കൂ നിങ്ങൾ. അത് ഒരിക്കലും നിൽക്കില്ല, അത് ഒഴുകും, വഴിത്തിരിവുകൾ എടുക്കും, പാറകളെ ചുറ്റിപ്പോകും, ചിലപ്പോൾ കര കവിഞ്ഞൊഴുക്കും, ചിലപ്പോൾ ശാന്തമായി സഞ്ചരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് മുന്നോട്ട് തന്നെ പോകും. ജീവിതവും അതുപോലെ തന്നെയാണ്. ഇന്ന് നീ നേരിടുന്ന കഷ്ടം സ്ഥിരമല്ല. ഇത് നിനക്കുള്ള വിജയം പോലും സ്ഥിരമല്ല. ദുഃഖവും മാറും, സന്തോഷവും മാറും, പരാജയവും മാറും, വിജയവും മാറും. അതിനാൽ ഐ ചിങ് പഠിപ്പിക്കുന്ന ആദ്യ പാഠം ഇതാണ്: ഒന്നും സ്ഥിരമല്ല. അതിനാൽ നിരാശയിലും അഹങ്കാരത്തിലും വീഴരുത്. നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നും. പരാജയപ്പെടുമ്പോൾ എൻ്റെ ജീവിതം ഇതോടെ കഴിഞ്ഞ് എന്ന് വരെ തോന്നാം. പക്ഷേ ഐ ചിങ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇതും കടന്നു പോകും. ഇന്നത്തെ ഇരുട്ട് നാളെയുടെ വെളിച്ചത്തിന് വഴിയൊരുക്കുന്ന ഒരു ഘട്ടം മാത്രമായിരിക്കും. ഇന്ന് തകർന്നു പോയത് നാളെ പുതുതായി പണിയാനുള്ള അടിത്തറയായിരിക്കാം. ഇന്ന് നിനക്ക് ലഭിക്കാത്തത് നാളെ നിനക്ക് കൂടുതൽ യോജിച്ചതായി ആ മാറ്റത്തിനെ എത്തിക്കാനായിരിക്കാം. അതുപോലെ വിജയം വന്നാൽ അതിലും ജാഗ്രത വേണം. കാരണം ഐ ചിങ് പറയുന്നത് ഉയർച്ചയുടെ സമയത്ത് വിനയം ഇല്ലെങ്കിൽ താഴേക്ക് വീഴൽ വളരെ വേഗത്തിലായിരിക്കും. അതിനാൽ ദുഃഖത്തിൽ പ്രതീക്ഷ കൈവിടരുത്, സുഖത്തിൽ വിനയം നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ശരിയായ സമയത്തെ മനസ്സിലാക്കുക. എല്ലാം ആ ബലം കൊണ്ട് നേടാനാവില്ല. ഐ ചിങ്ങിൻ്റെ മറ്റൊരു അത്ഭുതകരമായ സന്ദേശം ടൈമിംഗ് ആണ്. ജീവിതത്തിൽ വെറും ശ്രമം മാത്രം മതിയില്ല, ശരിയായ സമയത്ത് ശരിയായ നീക്കം വേണം. ഒരു വിത്ത് നട്ട ഉടനെ ഫലം ലഭിക്കില്ല. ഒരു മരത്തിന് വളരാൻ സമയം വേണം. മണ്ണ്, മഴ, സൂര്യപ്രകാശം, കാത്തിരിപ്പ് എല്ലാം വേണം. അതുപോലെ നിങ്ങളുടെ പരിശ്രമത്തിനും ഫലത്തിനും ഇടയിൽ ഒരു നിശബ്ദ കാലഘട്ടമുണ്ട്. പലരും ഇവിടെ തോറ്റുപോകുന്നു. അവർ ശ്രമിക്കുന്നു, ഉടൻ ഫലം കാണുന്നില്ല, പിന്നെ കൈവിടുന്നു. പക്ഷേ ഐ ചിങ് പറയുന്നത് പ്രകൃതിയുടെ നിയമം മനസ്സിലാക്കൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ചിലപ്പോൾ മുന്നോട്ട് ഓടേണ്ട സമയമല്ല, ചിലപ്പോൾ നിൽക്കാനും നിരീക്ഷിക്കാനും പഠിക്കേണ്ടതുമായ സമയമാണ്. ചിലപ്പോൾ സംസാരിക്കേണ്ടതില്ല, കേൾക്കേണ്ട സമയമാണ്. ചിലപ്പോൾ പോരാടേണ്ടതില്ല, സ്വയം ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ ജീവിതം വൈകുന്നു എന്ന് ചോദിക്കും. പക്ഷേ സത്യത്തിൽ ചില വൈകല്യങ്ങൾ പരാജയമല്ല, തയ്യാറെടുപ്പാണ്. എൻ്റെ ജീവിതം എത്തിയിട്ടില്ലെന്നതല്ല നീ വളരേണ്ടത്, ഇനി ബാക്കി ഉണ്ടെന്നതാകാം. മൂന്നാമത്തത്, പ്രതിരോധിക്കാതെ
പൊരുത്തപ്പെടാൻ പഠിക്കുക. കാറ്റ് ശക്തമായി വീശുമ്പോൾ കട്ടിയുള്ള വൃക്ഷശാഖകൾ ഒടിഞ്ഞു പോകുന്നു, പക്ഷേ മുള വളയും ഓടിയില്ല. ഐച്ചിങ്ങിൻ്റെ ഒരു വലിയ പാഠം അതാണ്. ജീവിതത്തിൽ ശക്തനെന്നത് കഠിനായവനല്ല, പൊരുത്തപ്പെടാൻ അറിയുന്നവനാണ്. നമ്മൾ പലപ്പോഴും ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം എൻ്റെ രീതിയിൽ വേണം, എൻ്റെ പ്ലാന് പോലെ വേണം, എൻ്റെ സമയത്ത് വേണം, എൻ്റെ ഇഷ്ടമുള്ള ആളുകളോട് വേണം, എൻ്റെ കരുതിയ വഴിയിലൂടെ നടക്കാവൂ. പക്ഷേ ജീവിതം ചോദിക്കുന്നത് വേറെയാണ്. നീ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ തയ്യാറാണോ? ജോലി മാറാം, സാഹചര്യങ്ങൾ മാറാം, മനുഷ്യൻ മാറാം, ശരീരവും പ്രായവും ആരോഗ്യവും എല്ലാം മാറാം, നിൻ്റെ ആഗ്രഹങ്ങൾ പോലും മാറാം. അപ്പോൾ ചോദ്യം ഇതാണ്: മാറ്റം വന്നപ്പോൾ നീ തകരുമോ, അതോ പുതിയ രൂപത്തിൽ ഉയർത്തെഴുന്നേൽക്കുമോ? ഐച്ചിങ് നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണമല്ല, സമത്വമാണ്. വിരോധമല്ല, ബുദ്ധിയുള്ള പ്രതികരണമാണ്. പിടിക്കലല്ല, ഒഴുകാനുള്ള കഴിവാണ്. നാലാമത്, പുറം ലോകം മാറുന്നതിന് മുൻപ് ഉള്ളിൽ നമ്മൾ മാറണം. നമ്മൾ പലരും ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്നു. പണം വേണം, ബഹുമാനം വേണം, വിജയം വേണം, ശാന്തി വേണം. പക്ഷേ അതെല്ലാം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പഴയ ചിന്തകളെയും പഴയ ഭയങ്ങളെയും പഴയ മടുപ്പിനെയും പിടിച്ചിരിക്കുകയാണ്. ഐച്ചിങ് പറയുന്നത്, പുറത്ത് മാറ്റം വേണമെങ്കിൽ ആദ്യം ഉള്ളിൽ മാറ്റം വേണം. നിൻ്റെ ചിന്ത മാറാതെ ജീവിതം മാറില്ല, നിൻ്റെ സമീപനം മാറാതെ ബന്ധങ്ങൾ മാറില്ല, നിൻ്റെ ശീലങ്ങൾ മാറാതെ ഫലങ്ങൾ മാറില്ല. നിൻ്റെ ഉള്ളിലെ കലാപം ശാന്തമാകാതെ പുറത്തുള്ള സമാധാനം ലഭിക്കില്ല. ജീവിതം നമ്മെ തോൽപ്പിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ ചിന്തകളാണ് നമ്മെ തോൽപ്പിക്കുന്നത്. എനിക്ക് പറ്റില്ല, എനിക്ക് വൈകിപ്പോയി, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് അവസരമില്ല, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഈ വാക്യങ്ങളെല്ലാം ആത്മാവിനെ ബന്ധിക്കുന്ന ചങ്ങലകളാണ്. ഐച്ചിങ് നമ്മോട് പറയുന്നത്, ഓരോ മാറ്റവും ആദ്യം ഒരു ചിന്തയായി തുടങ്ങുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ നിന്നോട് ചോദിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? സാഹചര്യമോ മറ്റുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളോ? അഞ്ചാമത്തത്, ചെറിയ മാറ്റങ്ങളെ ചെറുതായി കാണരുത്. ഒരു ദിവസം കൊണ്ടൊന്നും മഹത്തായ ജീവിതം ഉണ്ടാകില്ല. വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറുതായ തീരുമാനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു മോശം ശീലം വിട്ടുമാറുക, പ്രതിദിനം 20 മിനിറ്റ് പഠിക്കുക, അവസാന നിമിഷം വരെ മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, അനാവശ്യ ബന്ധങ്ങളിൽ നിന്നും മാറുക, സ്വയം ആദരിക്കാൻ പഠിക്കുക. ഇവയൊക്കെ ചെറുതാണെന്ന് തോന്നാം, പക്ഷേ ഐച്ചിങ്ങിൻ്റെ ദൃഷ്ടിയിൽ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് വലിയ വിധിയെ രൂപപ്പെടുത്തുന്നത്. കാരണം ജീവിതം ഒരൊറ്റ വലിയ തീരുമാനത്തിലല്ല, 1000 ചെറിയ തിരഞ്ഞെടുപ്പുകളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇന്ന് തന്നെ എഴുതപ്പെടുകയാണ്. നീ ഇന്ന് പറയുന്ന ഒരു അതേയിലും, നീ ഇന്ന് പറയുന്ന ഒരു ഇല്ലയിലും, നീ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലത്തിലുമാണ് നിൻ്റെ നാളെയുടെ രൂപം. ആറാമത്, കലാപത്തിനുള്ളിൽ പോലും ഒരു ക്രമമുണ്ട്. ജീവിതം ചിലപ്പോൾ പൂർണ്ണമായും അർത്ഥമില്ലാത്തതുപോലെ തോന്നും. എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്? എന്തുകൊണ്ട് ഇത്രയും അനിശ്ചിതത്വം? എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല? ഐച്ചിങ് ഇതിനെ ഒരു വിചിത്രമായെങ്കിലും ആശ്വാസകരമായ മറുപടി നൽകുന്നു. കലാപം പോലെ തോന്നുന്നതിന് പിന്നിലും ഒരു ക്രമമുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു അധ്യായം വായിച്ച് മുഴുവൻ പുസ്തകത്തെ വിലയിരുത്താനാവില്ല. ഒരു ഇന്ന് സംഭവിക്കുന്നതിൻ്റെ അർത്ഥം നാളെ മാത്രമേ മനസ്സിലാവൂ. ഇന്ന് അടഞ്ഞ വാതിൽ നാളെ നിനക്ക് തെറ്റായ വഴിയിൽ നിന്ന് രക്ഷിക്കാനായിരിക്കുമെന്ന് തോന്നുക. ഈ തകർന്ന ബന്ധം നാളെ നിൻ്റെ ആത്മാഭിമാനം രക്ഷിച്ചതാണെന്ന് തോന്നാം.
ഇന്ന് വന്ന പരാജയം നാളെ നിൻ്റെ ദിശ തിരുത്തിയ അനുഗ്രഹമായിരുന്നുവെന്ന് തോന്നാം. അതുകൊണ്ട് എല്ലാം മനസ്സിലാകാത്ത സമയത്ത് പോലും വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നീ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റിനുള്ളിലായിരിക്കാം, പക്ഷേ കൊടുങ്കാറ്റ് തന്നെ നിൻ്റെ ദിശ മാറ്റുന്ന ശക്തിയായി മാറാം. ഏഴാമത്തത്, ജ്ഞാനം എന്നത് ഭാവി അറിയലല്ല, ഭാവിക്കായി സ്വയം തയ്യാറെടുക്കലാണ്. പലർക്കും ഐച്ചിങ് ഒരു പ്രവചന ഗ്രന്ഥം പോലെയാണ് തോന്നുന്നത്, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ബോധം ഭാവി പറയുന്നതിലല്ല, മാറ്റങ്ങളെ നേരിടാൻ മനുഷ്യനെ ഉള്ളിൽ നിന്ന് തയ്യാറെടുക്കുന്നതിനാണ്. ജീവിതത്തിൽ എല്ലാം മുൻകൂട്ടി അറിയാനാവില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി പറയാനാവില്ല. പക്ഷേ നാളെ എന്ത് വന്നാലും അതിനെ നേരിടാൻ നമ്മൾ ശക്തരാകാം. അതാണ് യഥാർത്ഥ ജ്ഞാനം, അതാണ് യഥാർത്ഥ ആത്മവികസനം, അതാണ് ഐച്ചിങ്ങിൻ്റെ ആഴം. നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയത്തിൽ ജീവിക്കേണ്ടതില്ല. പകരം നാളെ എന്ത് വന്നാലും ഞാൻ തകരാതെ നിൽക്കാൻ ഇന്ന് തന്നെ എന്നെ നിർമ്മിക്കണം. എൻ്റെ മനസ്സ് ശക്തമാക്കണം, എൻ്റെ ശീലങ്ങൾ മെച്ചപ്പെടുത്തണം, എൻ്റെ ചിന്തകൾ ശുദ്ധമാക്കണം, എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ സ്വീകരിക്കണം. അവസാനം, ജീവിതം നിശ്ചലതയല്ല, ഒഴുക്കാണ്. ഐച്ചിങ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്. ജീവിതം പിടിച്ചു നിർത്തേണ്ട ഒന്നല്ല, മനസ്സിലാക്കി ഒഴി പോകേണ്ടതാണ്. താങ്ക്സ്.